ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് ഐറ്റമാണ് ജിലേബി. ഇതിനു മുമ്പ് ലഡ്ഡു, മൈസൂർ പാവ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നല്ല വ്യൂസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിലേബി നെക്സ്റ്റ് ഐറ്റം അതാണ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഉഴുന്നുപരിപ്പ്, പഞ്ചസാര, എസൻസ്, ഫുഡ് കളറ്, കുറച്ച് ഏലക്കായ പൊടിച്ചത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു. 1 കപ്പ് ഉഴുന്നുപരിപ്പിന് 3 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഈ ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്തി വെച്ച ഉഴുന്നാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഉഴുന്ന് വെള്ളമില്ലാണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിയിലാണ് അരയ്ക്കാൻ പോണത്. നമുക്കിത് കുറേശ്ശെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം. ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഇതിലേക്ക് 1 സ്പൂണ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇനി അരയ്ക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരയ്ക്കാൻ. 1 സ്പൂണും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി അരയ്ക്കാം. ഇതാണ് മാവിൻ്റെ പാകം. ഇനി വെള്ളം ഒഴിക്കണ്ട, അരഞ്ഞിട്ടുണ്ടത്. നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് ആക്കാം. നമുക്ക് പഞ്ചസാര പാവ്, അതിലേക്ക് മുങ്ങണ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നല്ലോണം അലിയണേ ആദ്യം. ഇതിലേക്ക് എടുത്തു വെച്ച ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടി പാവ് തിളക്കട്ടെ. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് പാകം ഇങ്ങനെ തൊടുമ്പോൾ നമ്മൾ സ്റ്റിക്കി ആയിട്ട് വരണം. ഇത് തൊടുമ്പോൾ ഒട്ടുണ്ട്. ഇത് മതി. ഗ്യാസ് ഓഫ് ആക്കാം. ഇതിൽ ഒരു നുള്ളി ലെമൺ ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് അങ്ങനെ കട്ടയായി പോകും. ഒരു സിപ്ലോക്ക് കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ജിലേബി പിഴിയാൻ പോകുന്നത്. ഈ സിപ്ലോക്ക് കവറ് ഈ കപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് മാവ് ഇട്ടിട്ട് കൊടുക്കാൻ പോകുന്നത്. പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പിഴിഞ്ഞ് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഓരോന്നായി ചുറ്റിട്ട് നോക്കാം. ജിലേബി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇതാ കാണില്ലേ? നിങ്ങൾ ഈ ചെയ്യുന്ന പ്രൊസീജിയർ കണ്ടുവല്ലോ. ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.